ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം കം പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗണപതി അഥർവ ശീർഷോപനിഷത്തിൻ്റെ പാരായണം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അഭ്യസിച്ചു. നമുക്കിനി 7-ാം മന്ത്രം മുതലാണ് തുടങ്ങേണ്ടത്. നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് ആരംഭിക്കാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യതായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. 7-ാമത്തെ മന്ത്രം മുതൽ 9-ാമത്തെ മന്ത്രം വരെ നമുക്കൊന്ന് ആദ്യം ചൊല്ലിയിട്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമുക്ക് പറയാം. ഗണാദീം പൂർവമുച്ചാര്യ വർണ്ണാദീം തദനന്തരം അനുസ്വാരഃ പരതരഃ അർധേന്ദുലസിതം താരേണ ഋദ്ധം ഏതത്തവ മനുസ്വരൂപം ഗകാരഃ പൂർവരൂപം അകാരോ മധ്യമരൂപം അനുസ്വാരശ്ചാന്ത്യരൂപം ബിന്ദുരുത്തരരൂപം നാദസന്ധാനം സഗംഹിതാ സന്ധിഃ സൈഷാ ഗണേശവിദ്യാ ഗണകഋഷിഃ നിജൃഗായത്രീ ഛന്ദഃ ഗണപതിർദേവതാ. ഓം ഗം ഗണപതയേ നമഃ. ഗണാദീ ഗ താഴെ, ദീം എന്നുള്ളത് മുകളിൽ 2 വര, പൂർവമുച്ചാര്യ എന്നുള്ളതിൽ വ മുകളിൽ, ച എന്നുള്ളത് താഴെ, ര്യ എന്നുള്ളതും താഴെ. ഗണാദീം പൂർവമുച്ചാര്യ വർണ്ണാദീം തദനന്തരം. വ താഴെ, വർണ്ണാദീം, ദീം എന്നുള്ളത് മുകളിൽ 2 വര, വർണ്ണാദീം തദനന്തരം. ന താഴെ, അനുസ്വാരഃ പരതരഃ. പ മുകളിൽ, ത താഴെ, അനുസ്വാരഃ പരതരഃ. അനുസ്വാരഃ കഴിഞ്ഞിട്ടുള്ള വിസർഗത്തിന് ശേഷം പ വന്നതുകൊണ്ട് അവിടെ പ എന്ന പ. അനുസ്വാരഃ പരതരഃ അർധേന്ദുലസിതം. അർധേ എന്നുള്ളതിൻ്റെ ദേ മുകളിൽ 2 വര, അർധേന്ദു ലസിതം. ല താഴെ, ലസിതം
ദസിതം താരേണ ഋദ്ധം താരേണ രേ മുകളിൽ ഋദ്ധം ഋ താഴെ ഏതത്തവ മനുസ്വരൂപം നു മുകളിൽ രു താഴെ ഏതത്തവ മനുസ്വരൂപം ഗകാരഃ പൂർവരൂപം പൂ എന്നുള്ളത് പൂ മുകളിൽ 2 വര രൂപം എന്നുള്ളതിൻ്റെ രു താഴെ ഗകാരഃ പൂർവരൂപം ഗകാരഃ പൂർവരൂപം എന്നുള്ളത് സന്ധി ചേരുമ്പോൾ ഗകാരഃ പൂർവരൂപം അകാരോ മധ്യമരൂപം മധ്യമ എന്നുള്ളതിൻ്റെ ധ്യ മുകളിൽ രൂപം രു താഴെ അകാരോ മധ്യമരൂപം അനുസ്വാരശ്ചാന്ത്യരൂപം ച എന്നുള്ളത് മുകളിൽ 2 വര രൂപം എന്നുള്ളതിൻ്റെ രു താഴെ ബിന്ദുരുത്തരരൂപം ത എന്നുള്ളത് മുകളിൽ വര രൂപം എന്നുള്ളതിൻ്റെ രു താഴെ നാദസന്ധാനം നാദസന്ധാനം ദ മുകളിൽ വര സന്ധാനം ദ താഴെ അവിടെ വിസർഗം കഴിഞ്ഞിട്ട് സകാരം വരുന്നത് കൊണ്ട് അവിടെ സകാരത്തിന് ഊന്നൽ കൊടുക്കുക, വിസർഗത്തിൻ്റെ ഉച്ചാരണം ഉണ്ടാവില്ല. നാദസന്ധാനം സഗംഹിതാ സന്ധിഹി ഹി മുകളിൽ സന്ധിഹി എന്നുള്ളതിൻ്റെ സ താഴെ സഗംഹിതാ സന്ധിഹി സൈഷാ ഗണേശവിദ്യ ഗണേശവിദ്യ നെ മുകളിൽ വിദ്യ വി താഴെ ഗണകഋഷി ന മുകളിൽ ഋ താഴെ നിജൃഗായത്രി ഛന്ദഃ യ മുകളിൽ ഛന്ദഃ ഛ താഴെ നിജൃഗായത്രി ഛന്ദഃ ഗണപതിർദേവതാ തി ഗണപതി തി മുകളിൽ ദേവതാ വ താഴെ ഗണപതിർദേവതാ ഗണപതിർദേവതാ ഓം ഗം ഗണപതയേ നമഃ ഓം ഗം ഗണപതയേ നമഃ ഗ എന്നുള്ളത് താഴെ ഗണപ പ മുകളിൽ ഓം ഗം ഗണപതയേ നമഃ ഗ എന്നുള്ളത് താഴെ ഗണപ പ മുകളിൽ ഓം ഗം ഗണപതയേ നമഃ. ഏഴാമത്തെ മന്ത്രം നമുക്ക് 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാം. ആദ്യത്തെ പ്രാവശ്യം ശ്രദ്ധിച്ച് കേട്ട് 2ഉം 3ഉം പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലാം. ഗണാതീം പൂർവമുച്ചാര്യ വർണ്ണാതീം തദനന്തരം ഗണാതീം പൂർവമുച്ചാര്യ വർണ്ണാതീം തദനന്തരം ഗണാതീം പൂർവമുച്ചാര്യ വർണ്ണാതീം തദനന്തരം അനുസ്വാരഃ പരതരഃ അനുസ്വാരഃ പരതരഃ
അനുസ്വാരഃ പരതരഃ ഹർദേന്തുലസിതം 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 താരേണ ഋദ്ധം താരേണ ഋദ്ധം താരേണ ഋദ്ധം ഏതത്തവ മനുസ്വരൂപം ഏതത്തവ മനുസ്വരൂപം ഏതത്തവ മനുസ്വരൂപം ഗകാരഃ പൂർവരൂപം ഗകാരഃ പൂർവരൂപം ഗകാരഃ പൂർവരൂപം അകാരോ മധ്യമരൂപം അകാരോ മധ്യമരൂപം അകാരോ മധ്യമരൂപം അനുസ്വാരശ്ചാന്ത്യരൂപം 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 ബിന്ദുരുത്തരരൂപം 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 നാദസന്ധാനം 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 സഗംഹിതാ സന്ധിഃ സഗംഹിതാ സന്ധിഃ സഗംഹിതാ സന്ധിഃ സൈഷാ ഗണേശവിദ്യാ സൈഷാ ഗണേശവിദ്യാ സൈഷാ ഗണേശവിദ്യാ ഗണകഋഷിഃ 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 നിജൃഗായത്രീ ഛന്ദഃ നിജൃഗായത്രീ ഛന്ദഃ നിജൃഗായത്രീ ഛന്ദഃ ഗണപതിർദേവതാ 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 ഓം ഗം ഗണപതയേ നമഃ ഓം ഗം ഗണപതയേ നമഃ ഓം ഗം ഗണപതയേ നമഃ. ഇനി നമുക്ക് ആറാമത്തെ മന്ത്രവും ഏഴാമത്തെ മന്ത്രവും ഒരുമിച്ച് ഓരോ പ്രാവശ്യം ചൊല്ലാം. ത്വം ഗുണത്രയാതീതഃ ത്വം അവസ്ഥാത്രയാതീതഃ ത്വം ദേഹത്രയാതീതഃ ത്വം കാലത്രയാതീതഃ ത്വം മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം ശക്തിത്രയാത്മകഃ ത്വാം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മാ ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്ത്വമിന്ദ്രസ്ത്വമഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മഭൂർഭുവസ്വരോ. ഗണാതീം പൂർവമുച്ചാര്യ വർണ്ണാതീം തദനന്തരം അനുസ്വാരഃ പരതരഃ അർദ്ധേന്തുലസിതം താരേണ ഋദ്ധം ഏതത്തവ മനുസ്വരൂപം ഗകാരഃ പൂർവരൂപം അകാരോ മധ്യമരൂപം അനുസ്വാരശ്ചാന്ത്യരൂപം ബിന്ദുരുത്തരരൂപം നാദസന്ധാനം സഗംഹിതാ സന്ധിഃ സൈഷാ ഗണേശവിദ്യാ
ഗണകഋഷിഃ നിസൃഗായത്രീ ഛന്ദഃ ഗണപതിർദേവതാ. ഓം ഗം ഗണപതയേ നമഃ. തുടർന്ന് ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. ഏകദന്തായ താഴെ യ മുകളിൽ ഏകദന്തായ വിദ്മഹേ വി താഴെ വിദ്മഹേ ഹേ മുകളിൽ വക്രതുണ്ഡായ ധീമഹി തു താഴെ യ മുകളിൽ തന്നോ ദന്തിഃ പ്രചോദയാത്. തന്നോ ദന്തിഃ പ്രചോദയാത്. തന്നോ നോ മുകളിൽ ദന്തിഃ പ്രചോദയാത്. തന്നോ ദന്തിഃ പ്രചോദയാത്. ചോ ചോ താഴെ യാ എന്നുള്ളത് മുകളിൽ 2 വര. തന്നോ ദന്തിഃ പ്രചോദയാത്. ദന്തിഹി കഴിഞ്ഞിട്ട് പ്ര എന്നുള്ളിടത്ത് ദന്തിഃ പ്രചോദയാത്. തന്നോ ദന്തിഃ പ്രചോദയാത്. ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. തുടർന്ന് 9ാമത്തെ മന്ത്രം. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം. ഏകദന്തം ഏകദന്തം താഴെ ചതുർഹസ്തം ച മുകളിൽ ഹ താഴെ സ്തം താഴെ പാശമങ്കുശധാരിണം. പാ താഴെ മ മുകളിൽ പാശമങ്കുശ ശ താഴെ ധാരിണം ധാരിണം രി മുകളിൽ പാശമങ്കുശധാരിണം. രഥം ച വരദം ഹസ്തൈർ. രഥം ദം മുകളിൽ ച ച താഴെ വരദം ര മുകളിൽ ഹസ്തൈർഭിഭ്രാണം. ഹ ഹ താഴെ സ്തൈ താഴെ ബി താഴെ ഹസ്തൈർഭിഭ്രാണം. നം മുകളിൽ മൂഷകധ്വജം. ഷ താഴെ ദ്വ മുകളിൽ. രഥം ച വരദം ഹസ്തൈർഭിഭ്രാണം മൂഷകധ്വജം. രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം. രക്തം തം മുകളിൽ രക്തം ലംബോദരം. ല താഴെ ദ മുകളിൽ ശൂർപക ശൂ താഴെ പ താഴെ ക താഴെ ശൂർപകർണകം കം മുകളിൽ രക്തവാസസം. ത താഴെ
സ രക്തവാസ. ആദ്യത്തെ സ മുകളിൽ. രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം. രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. രക്ത ത മുകളിൽ. രക്തഗന്ധാനു ഗ താഴെ, നു മുകളിൽ. രക്തഗന്ധാനുലിപ്താംഗം താംഗം താംഗം ഇത് രണ്ടും താഴെ. രക്തപുഷ്പൈ ര താഴെ, പു മുകളിൽ. രക്തപുഷ്പൈ സുപൂജിതം. സു താഴെ, ജി മുകളിൽ. രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം. ഭക്താനു ത മുകളിൽ, നു താഴെ. ഭക്താനുകമ്പിനം ബി പി മുകളിൽ. കമ്പിനം ദേവം ദേവം രണ്ടും താഴെ. ജഗത്കാരണ ജ താഴെ, ക മുകളിൽ. ന താഴെ. ജഗത്കാരണമച്യുതം. ചു അച്യുതം. ചു മുകളിൽ. ജഗത്കാരണമച്യുതം. ആവിർഭൂതം ച വി മുകളിൽ. ഭൂ താഴെ, ച മുകളിൽ. സൃഷ്ട്യാദൗ സൃ താഴെ. സൃഷ്ട്യാ ട്യ താഴെ. സൃഷ്ട്യാദൗ ദൗ താഴെ. പ്രകൃതേഃ പുരുഷാത് പരം. പ്ര താഴെ. തേ തേ മുകളിൽ രണ്ട് വര തേ എന്നുള്ളതിൻ്റെ. പുരുഷാത് രു താഴെ. പുരുഷാത് പരം പ മുകളിൽ. ആവിർഭൂതം ച സൃഷ്ട്യാദൗ പ്രകൃതേഃ പുരുഷാത് പരം. ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. ഏവം വം മുകളിൽ. ഏവം ധ്യായതി ധ്യ താഴെ. ധ്യായതി തി മുകളിൽ. ഏവം ധ്യായതി യോ നിത്യം 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 രണ്ടും താഴെ. സയോഗി സ താഴെ. യോഗി ഗി മുകളിൽ. യോഗിനാം വരഃ. യോഗിനാം ഗി താഴെ. വരഃ വ മുകളിൽ. ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. ഒമ്പതാമത്തെ മന്ത്രം മുഴുവനായിട്ട് നമുക്ക് 3 പ്രാവശ്യം ചൊല്ലാം. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം. രഥം രഥം ച വരദം ഹസ്തൈർഭിഭ്രാണം മൂഷകധ്വജം. രഥം ച വരദം ഹസ്തൈർഭിഭ്രാണം മൂഷകധ്വജം. രഥം ച വരദം ഹസ്തൈർഭിഭ്രാണം മൂഷകധ്വജം. രഥം ച വരദം ഹസ്തൈർഭിഭ്രാണം മൂഷകധ്വജം.
രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം. രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം. രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം. രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം. ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം. ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം. ആവിർഭൂതം ച സൃഷ്ട്യാദൗ പ്രകൃതേത് പുരുഷാത് പരം. ആവിർഭൂതം ച സൃഷ്ട്യാദൗ പ്രകൃതേത് പുരുഷാത് പരം. ആവിർഭൂതം ച സൃഷ്ട്യാദൗ പ്രകൃതേത് പുരുഷാത് പരം. ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. ഇനി നമസ്തേ ഗണപതയേ എന്നുള്ള ഒന്നാമത്തെ മന്ത്രം മുതൽ 9ാമത്തെ മന്ത്രം വരെ ഒരു പ്രാവശ്യം നമുക്ക് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. ഓം നമസ്തേ ഗണപതയേ ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ കേവലം ഹർത്താസി ത്വമേവ സർവം ഖൽവിതം ബ്രഹ്മാസി ത്വം സാക്ഷാതാത്മാസി നിത്യം ഋതം വച്മി സത്യം വച്മി അവത്വം മാം അവവക്താരം അവശ്രോതാരം അവദാതാരം അവധാതാരം അവാനോചാനമവശിഷ്യം അവപശ്ചാത്താത് അവപുരസ്താത് അവോത്തരാത്താത് അവദക്ഷിണാത്താത് അവചോർദ്വാത്താത് അവാധരാത്താത് സർവതോ മാം പാഹി പാഹി സമന്താത് ത്വം വാങ്മയസ്ത്വം ചിന്മയഃ ത്വമാനന്ദമയസ്ത്വം ബ്രഹ്മമയഃ ത്വം സच्चिदानन्दाद्वितीयोऽसि ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോऽസി സർവം ജഗതിതം ത്വത്തോ ജായത്തെ സർവം ജഗതിതം ത്വത്തസ്തിഷ്ഠതി സർവം ജഗതിതം ത്വയി ലയമേഷ്യതി സർവം ജഗതിതം ത്വയി പ്രത്യേതി ത്വം ഭൂമിരാപോ നലോ നിലോ നഭഃ ത്വം ചത്വാരി വാക്പദാനി ത്വം ഗുണത്രയാതീതഃ ത്വം അവസ്ഥാത്രയാതീതഃ
त्वं देहत्रयातीतः त्वं कालत्रयातीतः त्वं मूलाधारस्थितोऽसि नित्यं त्वं शक्तित्रयात्मकः त्वां योगिनो ध्यायन्ति नित्यं त्वं ब्रह्मा त्वं विष्णुस्त्वं रुद्रस्त्वमिन्द्रस्त्वमग्निस्त्वं वायुस्त्वं सूर्यस्त्वं चन्द्रमास्त्वं ब्रह्मभूर्भुवस्वरो गणादीं पूर्वमुच्चार्य वर्णादींस्तदनन्तरम् अनुस्वारः परतरः अर्धेन्दुलसितं तारेण ऋद्धम् एतत्तव मनुस्वरूपम् ककारः पूर्वरूपम् अकारो मध्यमरूपम् अनुस्वारश्चान्त्यरूपम् बिन्दुरुत्तररूपम् नादः सन्धानं सगंहिता सन्धिः सैषा गणेशविद्या गणकऋषिः निसृगायत्री छन्दः गणपतिर्देवता ॐ गणपतये नमः। एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात्। एकदन्तं चतुर्हस्तं पाशमङ्कुशधारिणं रथं च वरदं हस्तैर्बिभ्राणं मूषकध्वजं रक्तं लम्बोदरं शूर्पकर्णकं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैः सुपूजितं भक्तानुकम्पिनं देवं जगत्कारणमच्युतम् आविर्भूतं च सृष्ट्यादौ प्रकृतेः पुरुषात् परम् एवं ध्यायति यो नित्यं स योगी योगिनां वरः. ഇനി ഈ ഒരു 7, 8, 9 മന്ത്രങ്ങൾ ഓരോരുത്തരും 10 പ്രാവശ്യം ചൊല്ലി പഠിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്. ഇപ്പോൾ നമുക്ക് ക്ഷമാപണ മന്ത്രം ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. ഓം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ പരമേശ്വര. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പരമേശ്വര. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. ഓം ശാന്തി ശാന്തി ശാന്തി.